ആദ്യമായിട്ട് നിങ്ങൾ ഡെന്റിസ്റ്റിനെ കാണിച്ച കാര്യങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ഇതുവരെ നിങ്ങൾ കാണിച്ചിട്ടേ ഉണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ട് ഡെന്റൽ ക്ലിനിക്ക് കാണുന്നത് തന്നെ ഒരു BDS പഠിക്കാൻ പോകുന്ന ഒരു സമയത്താണ്. ശരിക്കും ആ ഒരു പ്രായം വരെ എനിക്ക് ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ട ആവശ്യം വരാത്തത് പല്ല് കേടില്ലാത്തതുകൊണ്ടല്ല. പല്ലിൻ്റെ കേട് വേദന ആകുമ്പോഴാണ് നമ്മൾ ഡെന്റിസ്റ്റിനെ ഓർക്കുന്നത്, അല്ലെങ്കിൽ പല്ലിൻ്റെ കേടുണ്ട് അത് ശരിയാക്കണം എന്നുള്ളൊരു ഓർമ്മ ആ സമയത്താണ് വരുന്നത്. സ്വാഭാവികമാണ്. ശരിക്കും ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പല്ല് കേട് വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കാണിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. ഒരു ഡോക്ടറെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കൂടി ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഫെമിലിയർ ആവാൻ പറ്റും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികളെക്കുറിച്ചും അതൊക്കെ പറഞ്ഞു കൊടുക്കാനും ഈ കേട് വരാതിരിക്കേണ്ട ആവശ്യം അവനാൻ്റെതാണെന്നുള്ളതും ഒരു തോന്നൽ ഈ 1ാം ക്ലാസ് പോണതിന് മുമ്പ് തന്നെ അത് വന്നാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ ലൈഫിൽ മാറ്റം വരും. അവർക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും സ്വന്തമായിട്ടൊക്കെ ക്ലീൻ ചെയ്യാനുള്ളൊരു ശീലമൊക്കെ അവർ സ്വന്തമായിട്ട് നേടിയെടുക്കാനുള്ളൊരു ശ്രമം അവരടുത്തുണ്ടാവും. ശരിക്കും പല്ലിൻ്റെ കേട് വരുമ്പോൾ തന്നെയാണ് എല്ലാവരും ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്. അതൊന്നും മാറ്റിയിട്ട് ശരിക്കും 6 മാസം കൂടുന്ന സമയത്ത് ഡോക്ടറെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് കേടുകൾ ഏതെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് റൂട്ട് കനാലും പല്ല് കുറച്ചിട്ട് പല്ല് വെക്കേണ്ട അവസ്ഥയൊക്കെ ഒരു പ്രായം വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.